ബെസ്റ്റ് ഫ്രണ്ട്സിൽ നിന്ന് ലവേഴ്സായി മാറിക്കഴിയുമ്പോൾ ഇടയിൽ ഇഷ്യൂസ് വരുന്നത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദ്യം. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതും റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവേഴ്സ് എന്ന് പറയുന്നതും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾസാണ്. ഒരു വ്യക്തി നിങ്ങളുടെ അത്രയും നല്ല ഫ്രണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് അത്രയും നല്ലൊരു പാർട്ട്ണറായിട്ട് മാറുമെന്ന് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, തിങ്ക് ചെയ്യരുത്. ഇത് രണ്ട് റെസ്പോൺസിബിലിറ്റീസ് അല്ലേ. ഇനി ആ വ്യക്തി മെച്ചുവേർഡ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്തുകൊണ്ട് അയാൾ മെച്ചുവേർഡ് അല്ല എന്ന് നിങ്ങളോട് നിങ്ങൾ ചോദിക്കണം. അത് കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് കൊണ്ടാണോ അങ്ങനെ തോന്നുന്നത്? ആ വ്യക്തി ഇമോഷണലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നില്ല എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതാണോ മെച്യൂരിറ്റി ലാക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്? എന്ത് ഫാക്ടറാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ വ്യക്തിയോട് ചോദിക്കണം, അല്ലെങ്കിൽ ഓപ്പണായിട്ട് എന്തെങ്കിലും സംസാരിക്കണം ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത്. പിന്നെ ഒരിക്കലും ആ വ്യക്തി റിലേഷൻഷിപ്പിൽ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ഇനിയും ചേഞ്ച് ചെയ്യുമെന്നുള്ളൊരു ഹോപ്പിലിരിക്കരുത്. അത് നന്നാവില്ല, അത് ഒഴിയുക തന്നെയാണ് നല്ലത്. പക്ഷേ അയാൾ ഗ്രോ ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗിവ് ദം എ ചാൻസ്. അപ്പോൾ ഒരിക്കലും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കരുത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ്. അൾട്ടിമേറ്റ്ലി നിങ്ങൾ ചോദിക്കേണ്ടത്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യുന്നതിൻ്റെ റീസൺ നിങ്ങൾ തമ്മിലുള്ള ഹിസ്റ്ററി കൊണ്ടാണോ? ആ വ്യക്തി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അയാളെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണോ? നിങ്ങളിതിൽ സേഫാണ്, ഹാപ്പിയാണെന്ന് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണോ എന്നാണ്. ആ അവസാനത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതേപോലെയുള്ള ലവ്, അട്രാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ് വീഡിയോസിന് വേണ്ടി ഡോണ്ട് ഫർഗെറ്റ് ടു ഫോളോ വിജിൽ.